ഇന്നത്തെ ഏറ്റവും പുതിയ ലാലേട്ടൻ്റെ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇനിയും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ മണിക്കൂറിൽ ഇപ്പോഴും 5000-10000 റേഞ്ചിലെല്ലാം തന്നെ ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എമ്പുരാൻ്റെ ട്രെയിലർ യൂട്യൂബിലൂടെ നമ്മുടെ ആശീർവാദ സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ 10 മില്യണിലധികം യൂട്യൂബ് വ്യൂസും വെറും 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ മറികടക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും പുതുതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ മലയാളം ട്രെയിലർ വ്യൂസ് കൗണ്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. നേരത്തെ 2019 റിലീസ് ചെയ്ത ലൂസിഫറിന്റെ ട്രെയിലറും മലയാളം ട്രെയിലർ 10 മില്യണിലധികം വ്യൂവേഴ്സ് നേടിയെടുത്തിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറും 1 കോടി വ്യൂസ് പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാന്റെ ടീസർ ലോഞ്ച് ചെയ്തിട്ട് 2 മാസങ്ങൾ പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. എമ്പുരാന്റെ ടീസർ റിലീസ് ചെയ്ത അന്ന് മുതൽ ഓരോ 2 ആഴ്ച കൂടുന്തോറും അതല്ലെങ്കിൽ 3 ആഴ്ച കൂടുന്തോറും സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വരുന്ന ഒരു ചോദ്യമാണ് മമ്മൂട്ടി സിനിമയിൽ ഉണ്ടല്ലേ, മമ്മൂട്ടി സിനിമയിൽ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ. എന്തായാലും ഇല്ല എന്ന് പലതവണ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. പൃഥ്വിരാജ് അടക്കം മറുപടി പറഞ്ഞതാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ലാലേട്ടനും കൂടി ഒരു തമിഴ് ചാനലിലെ അഭിമുഖത്തിൽ ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രകാരം മമ്മൂട്ടി സിനിമയിൽ ഭാഗമല്ല എന്ന് ലാലേട്ടൻ ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മമ്മൂട്ടിയെ പോലെ തന്നെ ഇതിനോടകം തന്നെ ഫഹദിന്റെ റൂമേഴ്സും സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിനു ശേഷം പൊങ്ങി വന്നിരുന്നല്ലോ. ആ ഡ്രാഗൺ ചിഹ്നം പതിച്ച ഷർട്ട് ധരിച്ചിരിക്കുന്നത് ഫഹദാണ് എന്നൊരു റൂമേഴ്സ് ട്രെയിലറിന് ശേഷം ശക്തമായിട്ട് പൊങ്ങി വന്നിരുന്നു. എന്തായാലും ഫഹദ് സിനിമയിലില്ല എന്ന പൃഥ്വിരാജും കൺഫേം ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞവർ കാമിയോ ഗസ്റ്റ് റോൾസിൽ എത്തുന്നില്ല എങ്കിൽ പോലും മറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാമിയോ ഗസ്റ്റ് റോൾസ് എല്ലാം തന്നെ സിനിമയിലുണ്ട് എന്ന്, അതിൽ ഇനിയും മാറ്റമില്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. എന്തായാലും ആ സർപ്രൈസുകൾ എന്താണെന്ന് തിയേറ്ററുകളിൽ മാർച്ച് 27 കണ്ടറിയാം. കാത്തിരിക്കൂ എമ്പുരാന്റെ അടുത്ത ആവേശകരമായ അപ്ഡേറ്റുകൾക്ക്.